സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി സംഘത്തിന്റെ നേതൃത്വത്തിൽ വടകര താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക ഓണത്തിനു മുൻപ് വിതരണം ചെയ്യുക, ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക, സെസ് പിരിവ് കാര്യക്ഷമമാക്കുക, ചികിത്സാ ധനസഹായം അടിയന്തരമായി വിതരണം ചെയ്യുക, നിർമ്മാണ തൊഴിലാളി പെൻഷൻ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുക, നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക തുടങ്ങിയവയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി സംഘത്തിന്റെ ആവശ്യങ്ങൾ. വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം താലൂക്ക് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. സമരപരിപാടി BMS ജില്ലാ പ്രവർത്തക സമിതി അംഗം രവി എടത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമായിട്ട് ഓണം വിഷു വരുമ്പോൾ ഒരു മാസത്തെ പെൻഷൻ കൊടുത്ത് ഈ തൊഴിലാളികളെ കബളിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇവർ അനുവർത്തിച്ചു വരുന്നത്. ക്ഷേമനിധിയിലെ ഫണ്ട് എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ വിയർപ്പിൻ്റെ വിലയാണ്. അവർ മാസം തോറും പൈസ അടക്കുന്നതാണ്. അവർ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ വരുമ്പോൾ 20 രൂപയായിരുന്നു മാസത്തിൽ ഒരു തൊഴിലാളി അടക്കേണ്ടിയിരുന്നത്. അത് ഉടനെ അവർ മാറ്റിയിട്ട് മാസത്തിൽ 50 രൂപയാക്കി. 150% വർധനവാണ് ആ അംശാദായത്തിൽ വരുത്തിയത്. പക്ഷേ തിരിച്ച് ഇവർക്ക് ഓണത്തിനും വിഷുവിനും 1 മാസമോ 2 മാസമോ കൊടുത്ത് ബാക്കി എപ്പോഴും കുടിശ്ശികയാണ്, കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാ ആനുകൂല്യങ്ങളും വിവാഹ ധനസഹായം ആവട്ടെ, വിദ്യാർത്ഥികളുടെ പഠനമാകട്ടെ, ചികിത്സാ ധനസഹായം, ഇതെല്ലാം തന്നെ ആവശ്യത്തിന് കൊടുക്കാറില്ല. ഈവൻ മരിച്ചു കഴിഞ്ഞാലുണ്ട് ഒരു മരണാനന്തര ചടങ്ങുകൾക്കുള്ളൊരു പൈസ, അതുപോലും കിട്ടണമെങ്കിൽ മരണം കഴിഞ്ഞ് രണ്ടാമത് പുനർജന്മം കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ അത്തരത്തോളം തൊഴിലാളി വിരുദ്ധമായ തൊഴിലാളികളെ അവകാശങ്ങളെ നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെതിരെ പ്രതികരിക്കാൻ തൊഴിലാളി സംഘടന ആവശ്യപ്പെടുന്ന ആൾക്കാരെയൊന്നും കാണാത്തത് കൊണ്ട് BMS ഇപ്പോൾ സ്വയം മുമ്പോട്ടിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ BMS ഈ കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുകയും തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാനും കൂടി പ്രതിജ്ഞാബദ്ധമായിട്ടാണ് ഇപ്പോഴുള്ളത്. നിർമ്മാണ തൊഴിലാളി സംഘം BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. പരിപാടിക്ക് മേഖലാ പ്രവർത്തക സമിതി അംഗം M. ബാലകൃഷ്ണൻ, മേഖലാ ജോയിന്റ് സെക്രട്ടറി NP രമേശൻ, പെൻഷനേഴ്സ് മേഖലാ സെക്രട്ടറി P. കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുധീർ കുമാർ അധ്യക്ഷനായി. കെട്ടിട നിർമ്മാണ തൊഴിലാളി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വടകര താലൂക്ക് ഓഫീസിലേക്കുള്ള ഒരു മാർച്ചും ധർണയും ഇന്നിവിടെ നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഇപ്പോൾ നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുക, നിർമ്മാണ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക, നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് താലൂക്ക് ഓഫീസിന് മുന്നിലുള്ള ഈ ധർണാ സമരം ഇന്നിവിടെ നടന്നത്. തൊഴിലാളികളുടെ മക്കൾക്കും ഓണമുണ്ണണം എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട ഈ പരിപാടിയുടെ മുദ്രാവാക്യം. ഇപ്പം ഇന്ന് കോഴിക്കോട് ജില്ലയിൽ 4 താലൂക്കുകളിലായിട്ട് ഇന്ന് ഈ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇത് എത്രയും നടപ്പിലാകാത്ത പക്ഷം ഒരു വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ തുടക്കം കൂടിയാണ് ഇന്നത്തെ ഈ ധർണാ സമരം വടകരയിൽ വെച്ച് ഞങ്ങൾ ആരംഭിച്ചത്.